എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Wholeness, divine support, enlightenment, clear your energy, achievement, new beginning. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം കുറച്ച് ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മാസമായിരിക്കും. ആദ്യം തന്നെ ഒത്തിരി സന്തോഷം നിറഞ്ഞ സാഹചര്യം ഈ ഒരു മാസത്തിൽ ഉണ്ടായേക്കാം. ഇവിടെ പറയുന്നത് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാകുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം വളരെ ഊഷ്മളമായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെ പറയുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം മറ്റുള്ളവരുണ്ട്. നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കല്ല, നിങ്ങൾ എല്ലാവരും, നമ്മൾ ഓരോ മനുഷ്യരും ഈ ഒരു സമൂഹ ജീവിയാണ്, എല്ലാവരും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ഭാഗപക്കാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം. അതേപോലെ നിങ്ങൾ യുവർ ഹോൾനെസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്കൊന്നും ഇല്ലാതെ ഇല്ല, എല്ലാം നിന്നിൽ തന്നെ അടങ്ങുന്നു നമ്മൾ പറയില്ലേ. നമ്മൾ തത്വമസി എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ അടിസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ജീവിക്കുന്ന ഇടം വളരെ സുരക്ഷിതവും വളരെ സ്നേഹനിർഭരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടുള്ള ആളുകളാണ് ചുറ്റും എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നിമിഷമാണ്. കാരണം ഇവിടെ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഒരു സമയം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മറ്റുള്ളവർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, സ്നേഹം നൽകുന്നില്ല, സപ്പോർട്ട് നൽകുന്നില്ല എന്നൊരു ചിന്തയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റാണ്. കാരണം നിങ്ങൾക്ക് പലരുടെയും സപ്പോർട്ടും ചുറ്റുപാടും ഉള്ളവർ നല്ല രീതിയിൽ എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സെൻസ് ഓഫ് സെൽഫ്, നിങ്ങളുടെ ഈഗോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം എന്ന് പറയുന്ന പൊതുവേ സഹകരണ മനോഭാവത്തോടു കൂടിയിട്ടാണ് കുടുംബാന്തരീക്ഷത്തിലായാലും ചുറ്റുപാടും മറ്റുള്ളവരിലുമൊക്കെ ആ ഒരു സഹകരണ മനോഭാവം കാണുന്നതായിട്ട് പറയുന്നു. അതേപോലെ തന്നെ ഡിവൈൻ സപ്പോർട്ടാണ്. ദൈവികമായിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ ഈ ഒരു സമയത്തുണ്ട്. ദൈവികമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്ന് വരുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലരും നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ആചാരങ്ങൾ, ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന് നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിങ്ങൾ പിന്തുടർന്ന് വരുന്നുണ്ട് ജീവിതത്തിൽ. അതേപോലെ തന്നെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്ന സമയം കൂടിയിട്ടാണ്. കൂടുതലായിട്ട് സാമ്പത്തികം അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കലായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് എന്ന് നമ്മൾ പറയില്ലേ, അതൊരു നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഈ ഒരു ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന സമയം എന്നും പറയാവുന്നതാണ്. അതേപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒക്കെ നോക്കി നടത്തുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എപ്പോഴും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴും ജോലിയിൽ പ്രശ്നം, തർക്കം, മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ അടുത്തിടെയായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ചില ആളുകളിൽ കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു അസ്ട്രോളജറെയോ മറ്റോ പോയി കണ്ടിട്ടുണ്ടാവാം, ഒരു അസ്ട്രോളജറെയോ ടാരോ റീഡറോ, അത് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. പക്ഷേ
അവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ആളുകൾ നാട്ടിലല്ല പുറത്താണെങ്കിൽ നാട്ടിൽ വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രമോ അല്ലെങ്കിൽ കുടുംബ ഭരദേവത അല്ലെങ്കിൽ ദേശദേവത അങ്ങനെയൊക്കെയുള്ള പല ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഒരു അടിത്തറ ഇല്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യമൊക്കെ അതുമൂലം നിങ്ങൾ കൂടുതലായിട്ട് ദൈവഭക്തിയിലേക്ക് വരുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഒരു എൻലൈറ്റ്മെൻറ്റ് ഫേസ് ആണ്. അപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു സന്യാസം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഉള്ള ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന സമയവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വർഷം അവസാനിക്കുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ പൊതുവേ കുറച്ച് നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. പുതിയൊരു തുടക്കം എല്ലാ അർത്ഥത്തിലുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന പരമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ നേടിയെടുക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയ കാലത്തിലുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, പാസ്റ്റ് ഫെയിലിയേഴ്സ്, അത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നതായിട്ട് കാണും. നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം, മുന്നോട്ടേക്ക് പോകാനുള്ള ഭയം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ സ്വയം ആദ്യം തന്നെ സത്യസന്ധത പുലർത്തുക. പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്നനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ജോലിയോ മറ്റു കാര്യങ്ങളോ, ഇപ്പോൾ നിങ്ങൾ ഒരു വൈറ്റ് കോളർ ജോബിൽ നിൽക്കുന്നു, കാരണം നിങ്ങൾക്ക് അതിൽ താല്പര്യം, ചിലപ്പോൾ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ പുറത്ത് ബാഹ്യമായിട്ടുള്ള ലോകത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നിങ്ങളെ മാറ്റുകയാണ്. നിങ്ങളോടുള്ള സത്യസന്ധത പുലർത്തുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങുകയും ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു വൈറ്റ് കോളർ ജോബിൽ ഒരിക്കലും സംതൃപ്തരായിരിക്കില്ല. അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒരിക്കലും സ്വയം മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്താൽ തൃപ്തരാവില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ സക്സസ്ഫുൾ ആണ്, മറ്റുള്ളവരുടെ കണ്ണിൽ കൂടിയാണ് നിങ്ങൾ സക്സസ്സിനെ അളക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റിയാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടാണ്. നിങ്ങളത് ഏറ്റെടുക്കുമ്പോഴാണ് അത് നിങ്ങളുടേതായിട്ട് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അതൊരിക്കലും പൂർണ്ണമായിട്ടും നിങ്ങളുടേതല്ലാത്തതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടേതാക്കി മാറ്റി തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ജോലി ആയാലും, ഇപ്പോൾ ഒരു വീട്ടമ്മയായിട്ടിരിക്കുന്ന സ്ത്രീ പക്ഷെ ജോലി ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ വീട്ടമ്മയായിട്ട് ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. പക്ഷെ അതേസമയം ഒരു ജോലിക്ക് പോകുന്ന വ്യക്തി വീട്ടിലെ കാര്യം നോക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ജോലിയിൽ തൃപ്തരായിരിക്കില്ല. പക്ഷേ ഈ രണ്ടു കൂട്ടരും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ അത് മാറ്റുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള എനർജിയാണ്. അച്ചീവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എവിടെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. മറ്റുള്ളവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് അതായത് മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത് സ്വയം പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളോട് തന്നെ സത്യസന്ധത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ വിജയം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അതിൽ മനസ്സിലാക്കുക ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ തൃപ്തരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് ജോലി മാറിയിട്ടുണ്ട്, ആ ജോലിയിൽ തൃപ്തരാണ് എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സക്സസ്ഫുൾ ആണ്, അതിൽ അച്ചീവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ഹയർ പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കം കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കില്ല എടുത്തത്, അച്ഛനമ്മമാർക്കോ മറ്റുള്ളവർക്കോ വേണ്ടി എടുത്തതാണെങ്കിൽ നിങ്ങൾ കോഴ്സ് മാറുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളവർ
വരെ ചിലപ്പോൾ സയൻസിലേക്ക് മാറുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ സയൻസാണ് എടുത്തില്ല അതിൽ നിന്ന് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിൽ തന്നെ നിങ്ങൾ IT അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്ടമല്ല, IT ആണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ IT ഇഷ്ടമല്ല അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നതോ, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത്. പുതിയൊരു തുടക്കം എല്ലാ അർത്ഥത്തിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി മൊത്തത്തിൽ ആ ഒരു മാറ്റത്തെ നോക്കിക്കാണുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.